ജനുവരി 15 വിശുദ്ധ പൗലോസ്, പ്രഥമ ക്രിസ്ത്യൻ സന്യാസി. 230 ജനനം, 342 മരണം. ക്രൈസ്തവ സന്യാസ ജീവിതത്തിൻ്റെ തുടക്കം ഈജിപ്തിലാണ്. ആദിമ ക്രൈസ്തവ സന്യാസികളിൽ പ്രമുഖനാണ് പൗലോസ്. അദ്ദേഹം ഈജിപ്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ മരണമടഞ്ഞു. എങ്കിലും വിദ്യാഭ്യാസത്തിന് കുറവൊന്നും വന്നില്ല. ഡേസിയൂസ് ചക്രവർത്തിയുടെ മതപീഡനത്തെ ഭയന്ന് പൗലോസ് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ഒരു ഗുഹയിൽ താമസമാക്കി. ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ധരിച്ചു. മരുഭൂമിയിൽ ലഭിക്കുന്ന പഴങ്ങൾ ഭക്ഷിച്ച് അദ്ദേഹം ജീവിച്ചു. 22-ാമത്തെ വയസ്സിലാണ് പൗലോസ് മരുഭൂമിയിലേക്ക് പോയത്. മതപീഡനം സമാപിച്ചിട്ടും മരുഭൂമിയിലെ ഏകാന്ത ജീവിതം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. ദിവ്യപ്രണിധാനത്തിൻ്റെ മാധുര്യം മരുഭൂമിയിൽ തന്നെ തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 21 വർഷം മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ പൗലോസിന് പ്രവാചകനായ ഏലിയാസിന് സംഭവിച്ചതുപോലെ ഒരു കാക്ക ദിനം പ്രതി ഓരോ അപ്പക്കഷ്ണം കൊണ്ടുവന്ന് കൊടുക്കുവാൻ തുടങ്ങി. ഇങ്ങനെ 70 വർഷത്തോളം ജീവിതം തുടർന്നു. അങ്ങനെയിരിക്കെ 90-കാരനായ ആന്റണി സന്യാസി പൗലോസ് സന്യാസിയെ സന്ദർശിച്ചു. അന്ന് കാക്ക 2 അപ്പം കൊണ്ടുവന്നിരുന്നു. 2 സന്യാസികളും ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ഇരുവരും തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാനന്തരം പൗലോസ് പറഞ്ഞു, ഞാൻ താമസിയാതെ മരിക്കും. എൻ്റെ ശവസംസ്കാരത്തിനായി ദൈവം താങ്കളെ അയച്ചതാണ്. അത്തനേഷ്യസ് താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ള വസ്ത്രത്തിൽ എന്നെ പൊതിയണം. ഈ വസ്ത്രത്തിൻ്റെ കാര്യം മനുഷ്യർ പറഞ്ഞ് പൗലോസ് മനസ്സിലാക്കിയതല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ്. ആന്റണി വസ്ത്രമെടുക്കാൻ പോയപ്പോൾ പൗലോസ് മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്നത് ദർശിച്ചു. ആന്റണി തിരിച്ചു വന്നപ്പോൾ പൗലോസ് മുട്ടുകുത്തി നിൽക്കുന്ന നിലയിൽ മരിച്ചതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഒരു ചെറുപുഞ്ചിരിയോടുകൂടി പ്രാർത്ഥിക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലാൻ അദ്ദേഹം വിഫലമായ ഒരു ശ്രമം നടത്തി. എന്നാൽ മറുപടി ഉണ്ടായില്ല. 2 സിംഹങ്ങൾ വന്ന് ഒരു ശവക്കുഴി മാന്തിയിട്ട് കൊടുത്തുവെന്ന് ഒരു ഐതിഹ്യമുണ്ട്. പൗലോസ് സന്യാസി 112-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. തപോ ജീവിതം ദീർഘായുസ് കുറയ്ക്കുന്നില്ലല്ലോ.